Yes, good evening to all of you. കേൾക്കാൻ പറ്റണല്ലേ? ഓക്കെ, അപ്പോ നമുക്കൊന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സാറേ ഗ്രാമർ പോർഷൻ എടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് ഗ്രാമർ പോർഷൻ ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയാം. ആ പോർഷൻ ടെൻസിനെ കുറിച്ചൊക്കെ. ടെൻസ് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ മതിയോ? അത് മതി. ഓക്കെ, ഓക്കെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് തരാം. ആ ക്വസ്റ്റ്യൻ ഇതാണ്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഹി ഡാഷ് ടീ എവറി മോർണിംഗ്. ഹി കഴിഞ്ഞിട്ട് പിന്നെ ഡാഷ്, ഒരു ബ്ലാങ്ക് പ്ലേസ് ആണ്. ടീ എവറി മോർണിംഗ്. ഇത് വില്ലേജ് അസിസ്റ്റന്റിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ഡ്രിങ്ക്സ്, DRINKS. മറ്റൊന്ന് ഡ്രിങ്ക്, DRINK. മറ്റൊന്ന് ഈസ് ഡ്രിങ്കിങ്, ഡ്രാങ്ക്. അല്ല, നിങ്ങൾ ടെൻസ് ചോദിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നത്. നമ്മളവിടെ ഏത് വേർഡ് ഉപയോഗിക്കും? ഡ്രിങ്ക്സ്. എന്താ ഡ്രിങ്ക്സ് ഉപയോഗിക്കാൻ കാര്യം എന്താണ്? അതെ, നാം പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോ ഹി ഡ്രിങ്ക്സ് എന്നാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്, അല്ലേ? അപ്പൊ അതിന് നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾ പതിവായി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാം, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാമോ? Any example you like? I usually drink coffee. I usually wake up at ഷിജിൻ വർഗീസ്, അത് പൂർണ്ണമായില്ല. അപ്പോ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ആ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നോക്കാം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണോ, അല്ല സോറി, വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒന്നാണെങ്കിലും നിങ്ങൾ എത്രത്തോളം ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. ഒരു വെർബ് കണ്ടാൽ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വെർബിനോടൊപ്പം യെസ് എന്നോ ഇഎസ് എന്നോ ഉണ്ടെങ്കിൽ ആ വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പോ വെർബിനോടൊപ്പം എസ്ഒ ഇഎസ്ഒ ഒന്നും ഇല്ല എങ്കിൽ, വെർബിന്റെ ബേസ് ഫോം ആണെങ്കിൽ അത് വെർബ് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, നോക്കാം. ഇനി ഐ വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. കേട്ടില്ല. ഐ വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. ഐ വേക്ക് അപ്പ് ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിരാവിലെ ഉണരുന്നു. അത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു വാക്യമാണെന്ന് പറയാം. ഇനി നോക്കാം, സിമ്പിൾ പ്രസന്റ് ടെൻസില് സാധാരണയായിട്ട് നമ്മൾ ചില ആഡ്വേർബ്സ് ഉപയോഗിക്കാറുണ്ട്. യൂഷ്വലി, അതുപോലെ ജനറലി, ഓൾവേസ്, ഓഫൺ, ഒക്കേഷണലി.
ഫ്രീക്വന്റ്ലി. ഇങ്ങനെയുള്ള പദങ്ങളെല്ലാം, ഈ വാക്കുകൾ, ആഡ്വർബ്സ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനോടൊപ്പം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എവരിഡേ, അങ്ങനെയുള്ള പദങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരണം. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് എ റീഡ്, മറ്റൊന്ന് റീഡ്സ്, ഹാസ് റെഡ്, റീഡിങ്. നിങ്ങൾ ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? ഈ 4 ഓപ്ഷനിൽ നിങ്ങൾ ഏത് ഉപയോഗിക്കും? ഓപ്ഷൻ ബി, അതായത് റീഡ്സ്. റീഡ്സ്. രാഹുൽ യൂഷ്വലി റീഡ്സ്, അതായത് രാഹുൽ പതിവായി വായിക്കാറുണ്ട് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. ഞാൻ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കാര്യം മാത്രം ഇപ്പൊ പറയാനുള്ളൂ. നമുക്ക് അടുത്ത ടെൻസുകളിലേക്ക് ഓരോന്നിന് കിടക്കാം. ഇനി അടുത്തത്, നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ്. എലിഫന്റ്സ്, ശ്രദ്ധിക്കണം, എലിഫന്റ്സ് ഡാഷ് ഈറ്റ് ഫ്ലഷ്. എലിഫന്റ്സ് ഡാഷ് ഈറ്റ് ഫ്ലഷ്. അവിടെ ഓപ്ഷൻ വായിച്ചിട്ട് വേണം അതിനും ആൻസർ പറയാൻ. എലിഫന്റ്സ്, ഒന്ന് ഓപ്ഷൻ എ കുഡ് നോട്ട്, മറ്റൊന്ന് നെവർ, ഡിഡ്, ഹാവ് നോട്ട്. നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? എലിഫന്റ്സ് നെവർ ഈറ്റ് ഫ്ലഷ്, അല്ലെ? എലിഫന്റ്സ് നെവർ ഈറ്റ് ഫ്ലഷ്. എലിഫന്റ്സ് സാധാരണയായി മാംസം കഴിക്കാറില്ല. ഉണ്ടോ? അപ്പൊ നെവർ, അതുപോലെ എവർ, EVER, ഈ 2 വാക്കുകളും സാധാരണയായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിലും അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാണ്. നിങ്ങൾ അതിന്റെ ആൻസർ പറയാൻ നോക്കാം. The earth dash around the sun. The earth dash around the sun. 4 ഓപ്ഷൻ വായിക്കാം. നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് വ്യക്തമായി ഉത്തരം പറയാം. The earth revolve എന്നാണോ, revolves, REVOLVES, മറ്റൊന്ന് revolving, revolved. ഏതായിരിക്കും? Revolves. Revolves. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. The earth എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ റിവോൾവ്സ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എർത്ത് സിംഗുലർ ആണ്. മാത്രമല്ല ഇവിടെ പറഞ്ഞ വാക്യം ഒരു പെർമനന്റ് ട്രൂത്ത് ആണ്, ഒരു പ്രപഞ്ച സത്യമാണ്. പ്രപഞ്ച സത്യങ്ങൾ സാധാരണയായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാറുള്ളത്. അപ്പോ the earth revolves around the sun. an example, നമുക്ക് മറ്റുള്ള എക്സാമ്പിൾസ് പറയാം. The sun rises in the east. The sun sets in the west. No. നോക്കാം. അടുത്ത ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയണം. നിങ്ങൾ അതിന്റെ ആൻസർ പറയാൻ നോക്കാം. The Prime Minister dash tomorrow to inaugurate the function. The Prime Minister dash tomorrow to inaugurate the function. എന്റെ 4 ഓപ്ഷൻ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, the Prime Minister arrives, മറ്റൊന്ന് arrive, arrived, 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 has arrived. ഇവിടെ നിങ്ങൾ ഏത് ഓപ്ഷൻ ഉപയോഗിക്കും? യെസ്, the Prime Minister arrives tomorrow to inaugurate the function. ഇവിടെ നോക്കാം, നിങ്ങൾ ഭാവിയിൽ നടക്കാൻ പോകുന്നതും
എന്നാൽ നേരത്തെ തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഇതുപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ദ പ്രൈം മിനിസ്റ്റർ അറൈവ്സ് ടുമാറോ ടു inaugurate the function. That means the prime minister will arrive tomorrow to inaugurate the function എന്നാണ് അതിന്റെ മീനിങ്. പ്രൈം മിനിസ്റ്റർ അറൈവ് പറ്റില്ലേ? അറൈവ് ഇല്ല, പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ സിംഗുലർ ആണ് അല്ലെ? അതുകൊണ്ട് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ വെർബും സിംഗുലർ ആയിട്ട് തന്നെ ഉപയോഗിക്കണം. അപ്പൊ പ്രൈം മിനിസ്റ്റർ അറൈവ്സ് എന്ന് തന്നെ ഉപയോഗിക്കണം. The Prime Minister arrives tomorrow to inaugurate the function. Okay. Next, ഞാൻ അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഈ ടെൻസുകളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നമ്മളിനി ക്വസ്റ്റ്യൻ രൂപത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങളോട്. നോക്കാം, അടുത്തൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഷീ ഈസ് ഡാഷ് എക്സാം ടുമാറോ. ഷീ ഈസ് ഡാഷ് എക്സാം ടുമാറോ. അവിടെ ഡാഷ് എന്നുള്ള ഭാഗത്ത് ഈ 4 ഓപ്ഷനിൽ ഏത് ഉപയോഗിക്കുമെന്ന് നിങ്ങൾ പറയാം. ഷീ ഈസ് റൈറ്റ് എന്ന് പറയോ, ഷീ ഈസ് റൈറ്റ്സ് എന്ന് പറയോ, ഷീ ഈസ് റൈറ്റിംഗ്, അല്ലെങ്കിൽ ഷീ ഈസ് റിട്ടൺ. ഇതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കും? റൈറ്റിംഗ്. ഷീ ഈസ് റൈറ്റിംഗ്. വൈ? ഏത് ടെൻസ് അത്? കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് വർത്തമാനകാലത്ത് തുടർച്ചയായി നടക്കുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന പദമായതുകൊണ്ട് നമ്മൾ റൈറ്റിംഗ് ING ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നോക്കാം, ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. സാധാരണയായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ നൗ, ടുഡേ, റൈറ്റ് നൗ, അതുപോലെ അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ഇങ്ങനെയുള്ള വാക്കുകൾ സാധാരണയായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെയാണ് ആ വേർഡ്സ്? അതായത് സമയത്തെ കാണിക്കുന്ന ആഡ്വർബ്സ് ആണ്. നൗ, ടുഡേ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ഇങ്ങനെയുള്ള വാക്കുകളാണ് സാധാരണയായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ, ശ്രദ്ധിക്കാം. ജോൺ ഡാഷ് ടു മുംബൈ ടുമാറോ. ജോൺ ഡാഷ് ടു മുംബൈ ടുമാറോ. ഇത് 2009 ഒരു പോലീസ് കോൺസ്റ്റബിളില് ടെസ്റ്റിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജോൺ ഡാഷ് ടു മുംബൈ ടുമാറോ. അവിടെ ആ ഡാഷ് എന്ന ഭാഗത്ത് നിങ്ങൾ എന്ത് എഴുതും? ജോൺ ഈസ് ട്രാവലിംഗ്. ഓപ്ഷൻ ബി, ജോൺ ട്രാവൽ, ജോൺ ട്രാവൽസ്, ജോൺ ട്രാവൽഡ്. ഏത് ഉപയോഗിക്കും നിങ്ങൾ? ജോൺ ഈസ് ട്രാവലിംഗ്. കണ്ടോ? അതായത് വളരെ അടുത്ത കാലത്തായി നടക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ജോൺ ഈസ് ട്രാവലിംഗ് ടു മുംബൈ ടുമോറോ. ഓക്കെ, അപ്പൊ നോക്കാം. ഈസ് ഗോയിങ് ടു, അതുപോലെ ഈസ് ട്രാവലിംഗ് ടു തുടങ്ങിയ പ്രയോഗങ്ങൾ വളരെ അടുത്ത ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയണം. എന്റെ ആൻസർ നിങ്ങൾ തന്നെ പറയാം. ഐ ഡാഷ്
read, R-E-A-D, read, ചെമ്മീൻ. I dash read എന്നാണ് ശരിക്കും ഉച്ചരിക്കേണ്ടത്. I read ചെമ്മീൻ. ചെമ്മീൻ എന്ന നോവൽ ഞാൻ വായിച്ചു കഴിഞ്ഞു. അവിടെ നിങ്ങൾ 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ഡിഡ്, ഐ ഡിഡ് റീഡ് എന്ന് പറയോ, ഐ ഹാവ് റെഡ് എന്ന് പറയോ, ഐ ഹാസ് റെഡ്, ഐ ഡസ് റെഡ്. ഏത് പറയും? ഐ ഹാവ് റെഡ് ഉണ്ടോ? അതായത് സമീപകാലത്ത് പൂർത്തീകരിച്ച ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അവിടെ ആരൊക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, നോക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം, ഒരു മ്യൂട്ട് ചെയ്യാം എല്ലാവർക്കും, എല്ലാവരുടെയും മ്യൂട്ട് ചെയ്യാം നമുക്ക്. ഞാൻ അടുത്ത ഒരു ഭാഗം നോക്കട്ടെ കേട്ടോ. നെക്സ്റ്റ്, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരണത്. രാമു ഡാഷ് എ ഫിലിം എസ്റ്റർഡേ. രാമു ഡാഷ് എ ഫിലിം എസ്റ്റർഡേ. അപ്പൊ എസ്റ്റർഡേ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യമാണ്. അപ്പോ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. രാമു സി എന്ന് തന്നിട്ടുണ്ട്, മറ്റൊന്ന് സീസ്, മറ്റൊന്ന് സീൻ, ഓപ്ഷൻ ഡി സോ, SAW. നിങ്ങൾ ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? രാമു സോ എ ഫിലിം യെസ്റ്റർഡേ. ഇവിടെ ശ്രദ്ധിക്കാം, യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്, പ്രീവിയസ്, ഫോമർ ഇങ്ങനെയുള്ള വാക്കുകൾ സാധാരണ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് അതിന് ആൻസർ പറയാൻ നോക്കാം. When we reached the stadium, when we reached the stadium, ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോൾ, the players dashed the playground. When we reached the stadium, the players dashed the playground. അവിടെ പ്ലേയേഴ്സ് എന്ന ആ ഭാഗം കഴിഞ്ഞിട്ട് ആ ബ്ലാങ്ക് പ്ലേസിൽ നിങ്ങൾ എന്തെഴുതും? ഓപ്ഷൻ ഇവിടെ പറയാം. ഒന്ന് പ്ലേയേഴ്സ് ലെഫ്റ്റ് എന്ന് പറയോ, അല്ലെങ്കിൽ ലിവ്ഡ് എന്ന് പറയോ, LIVED. മറ്റൊന്ന് ആർ ലിവിങ്, ഹാഡ് ലെഫ്റ്റ്. എന്തുപയോഗിക്കും? ഹാഡ് ലെഫ്റ്റ്. നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണത്. ഭൂതകാലത്ത് അല്ല, കഴിഞ്ഞുപോയ കാലത്ത് നടന്ന 2 പ്രവൃത്തികൾ. അതിലാദ്യം നടന്ന പ്രവൃത്തി നമ്മൾ ഏത് ടെൻസിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. അതായത് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതിനോടൊപ്പം ഉണ്ടായിരിക്കണം. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ്. എന്തോ? ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് പറയാം. ഞാനിപ്പോ ഇവിടെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിപ്പോ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അതിന്റെ ഒരു ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? അപ്പൊ when we reached the stadium, the players had left the playground. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണത്.
നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണത്. ടെൻസുകൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ചോദിച്ചത് നമുക്ക് എന്താണെന്ന് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ സംശയം എന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നോക്കാം. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. നിങ്ങൾക്ക് ഈ രീതിയല്ല എങ്കിൽ നിങ്ങൾ പറയാം, നിങ്ങളുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അതാണ് വേണ്ടത്. ടെൻസ് 12 ടെൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പൊ ആ ടെൻസിൽ നിന്ന് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഞാൻ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിക്കുന്നത്. നിങ്ങൾ ബോറടിക്കണ്ട. സാർ ഇങ്ങനെ പഠിപ്പിച്ചാൽ മതി സാർ, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കയറി പറയുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവത്തില്ല. ഏത്? അതാണ് ഞാൻ പറയട്ടെ, നമ്മളെ ടെൻസ് എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സാർ ഈ ഡൗട്ട് ചോദിക്കാൻ ലാസ്റ്റ് സമയം തന്നാ മതി. ഇതൊന്നും നോട്ട് ഫോർ എവരി വൺ ആക്കുവാൻ നല്ലതായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ സംശയം ചോദിക്കുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, റിജോ ഒരു മിനിറ്റ് കേട്ടോ. കാരണം അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ പലരും പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരണം. I dash my relatives during the vacation. I dash my relatives during the vacation. അവിടെ നമുക്ക് 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതും മുൻപൊരു PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. I shall be visiting. I shall visit. I shall visiting. I shall visited. ഏതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? എൻ്റെ വെക്കേഷൻ സമയത്ത് ഞാൻ എൻ്റെ റിലേറ്റീവ്സിനെ സന്ദർശിച്ചു കൊണ്ടിരിക്കും. നോ, ഷാൽ വിസിറ്റ് അല്ല, ഐ ഷാൽ ബി വിസിറ്റിംഗ് എന്നാണ് ശരിയായ പ്രയോഗം. ഐ ഷാൽ ബി വിസിറ്റിംഗ് മൈ റിലേറ്റീവ്സ് ഡ്യൂറിങ് ദ വെക്കേഷൻ. അതായത് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിന്റെ തുടർച്ചയെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അതായത് ഷാൽ, വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയാൻ? ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. By next year, by this time next year, by the time, by then, by that time, by tomorrow. ഇങ്ങനെയുള്ള ശൈലികൾ ഈ വാക്കുകൾ സാധാരണയായിട്ട് ഫ്യൂച്ചർ ടെൻസുകളുടെ കൂടെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അത് നിങ്ങൾ എന്താണെന്ന് പറയാൻ ശ്രമിക്കാം. I dash all of my Hardy's novel by next year. I dash all of Hardy's novel by next year. അവിടെ 4 ഓപ്ഷൻ വായിക്കാം. I shall be reading, I will reading, I shall have read, I shall have been reading. നിങ്ങൾ ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? I shall have read all of Hardy's novels by next year. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ആവുമ്പോഴേക്കും ഹാർഡിയുടെ എല്ലാ നോവൽസും ഞാൻ വായിച്ചിട്ടുണ്ടാവും.
നിങ്ങളുടെ സംശയങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനിപ്പോ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിക്കണം എന്നുള്ളൂ. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ബൈ നെക്സ്റ്റ് ഡിസംബർ, വളരെ ശ്രദ്ധിക്കുക, ബൈ നെക്സ്റ്റ് ഡിസംബർ, അടുത്ത ഡിസംബർ ആവുമ്പോഴേക്കും I shall dash working in this office for 7 years. I shall dash working in this office for 7 years. അവിടെ I shall have എന്ന് ഉപയോഗിക്കോ, I shall have been എന്ന് ഉപയോഗിക്കോ, അല്ലെങ്കിൽ I shall been, I shall had been, ഏതായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്? I shall have been working in this office for 7 years. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതിപ്പോ ഏത് ടെൻസ് ആണെന്ന് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയണില്ല, അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഇത്രയും നാള് നിങ്ങളെ ഇത് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ചില കാര്യങ്ങളും പ്രത്യേകം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് ചോദ്യം ചോദിക്കണം. വിച്ച് ഈസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഫ്ലോ? ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് ഫ്ലോ, FLOW, ഫ്ലോ എന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഫ്ലോൺ, മറ്റൊന്ന് ഫ്ലോഡ്, ഫ്ലോയിങ്, ഫ്ലൂ. ഇതിലേതാണ് ശരി? ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലോഡ് എന്ന വേർഡാണ്. FLOWED. ഫ്ലോൺ എന്ന് പറഞ്ഞാൽ ഫ്ലൈ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. കണ്ടോ, നിസ്സാരമായ ചോദ്യമാണത്. ഉണ്ടോ? നെക്സ്റ്റ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ദ വാട്ടർ ഇൻ ദ പോണ്ട്, the water in the pond dash last night. The water in the pond dash last night. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന്, the water in the pond was freezing, FREEZING, freezing. മറ്റൊന്ന്, had frozen, had been freezing. ഓപ്ഷൻ ഡി, ഫ്രോസ്, FROZE, ഫ്രോസ്. നിങ്ങൾ ഏത് ഉപയോഗിക്കും? ദ വാട്ടർ ഇൻ ദ പോണ്ട് ലാസ്റ്റ് നൈറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കാം അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫ്രീസ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഏതായിരിക്കും അത്? ഫ്രോസ്, FROZE, ഫ്രോസ്. ഫ്രോസൺ എന്നല്ല, ഫ്രോസ്. The water in the pond froze last night. നിസ്സാരമായും അടുത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. I dashed a letter to my mother yesterday. I dashed a letter to my mother yesterday. അവിടെ നമ്മൾ I wrote എന്ന് പറയോ, I have written, I writing, I write. ഏത് ഉപയോഗിക്കും? I wrote. കാരണം യെസ്റ്റർഡേ എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോ അതിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് റോട്ട് എന്ന പാസ്റ്റ് ടെൻസ് ഫോം ആയിരിക്കണം. ഓക്കെ, അതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുകയാണ്. മൈ മദർ
dash her uncle yesterday. My mother dash her uncle yesterday. അവിടെ ആ ഡാഷ് എന്നുള്ള ഭാഗത്ത് യെസ്റ്റർഡേ എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കാം. ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ള വേർഡ് നോക്കുക, അതിൽ പാസ്റ്റ് ടെൻസ് ഏതാണോ അത് നിങ്ങൾ എഴുതുക. ഇവിടെ ഓപ്ഷൻ നോക്കുക, മൈ മദർ വിസിറ്റ്സ്, മറ്റൊന്ന് വിസിറ്റിംഗ്, വിസിറ്റ്, വിസിറ്റഡ്. ഏത് ഉപയോഗിക്കും? വിസിറ്റഡ്. ഇതാണ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങള്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ചോദ്യങ്ങളിലെ ചോദിക്കാം. ഞാൻ അടുത്ത ഒരു ഭാഗം നോക്കട്ടെ. നെക്സ്റ്റ്, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് വായിക്കാം ഞാൻ. നോക്കാം. കോൺകോഡ് നിങ്ങൾക്ക് മുഴുവൻ പറഞ്ഞു തന്നതാണോ? ഇല്ല, നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഭാഗങ്ങൾ ഇനിയും തീർക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾ ചോദ്യങ്ങൾ മതിയല്ലോ എന്ന് പറഞ്ഞ കാരണം ഞാൻ ആൻസർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കോൺകോഡ് നിങ്ങൾക്ക് എവിടം വരെ പറഞ്ഞു തന്നോ? നിങ്ങൾക്ക് പറയാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് അല്ലേ? ഓക്കെ, ആൻഡ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ലാൻഡ് ഉപയോഗിച്ചിട്ട് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോഴുള്ള ആ ഒരു പ്രത്യേകത മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതിന് ശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. പറയാം, നിങ്ങൾക്ക് പറയാം. നോക്കാം. കോൺകോഡ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ ഞാൻ പറയണതാണ്. ഒരു കോൺകോഡിലെ ഒരു രണ്ടാമത്തെ ഒരു നിയമമാണ് നിങ്ങളോട് പറയണത്. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കാം. അതെ അതെ അതെ, ഓക്കെ, അത് നിങ്ങളോട് പറഞ്ഞതാണ്. നോക്കാം, അവിടെ ചില വാക്കുകൾ നിങ്ങളോട് പറയാം. എനിവൺ, എനിബഡി, നോ വൺ, നോബഡി. നിങ്ങളോട് പറഞ്ഞത് ഈ വാക്കുകൾക്ക് ശേഷം സിംഗുലർ വെർബായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് ഇപ്പൊ എവരിബഡി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും എന്നാണ് അതിന്റെ അർത്ഥം. അത് കേൾക്കുമ്പോൾ അത് പ്ലൂറൽ ആണെന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് ആ വാക്ക് സിംഗുലർ ആണ്. എവരിബഡി ലൈക്സ് ഐസ്ക്രീം. കണ്ടോ, എവരിബഡി കഴിഞ്ഞാൽ പിന്നെ നമ്മള് വെർബിന്റെ സിംഗുലർ ഫോം ഉപയോഗിച്ചിരിക്കണം. എവരിബഡി ലൈക്സ് ഐസ്ക്രീം. അതുപോലെ സംബഡി കംസ് ഹിയർ. കോൺകോഡ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ കോൺകോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇവിടെ ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളൊന്ന് എവിടെയെങ്കിലും എഴുതി വെക്കണം നന്നായിരിക്കും. നോക്കാം. എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി, എനിത്തിങ്, നത്തിങ്, സംതിങ്, അതുപോലെ എവരിത്തിങ്. ഈ വാക്കുകൾക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ഏതൊക്കെയാണത്? എനിവൺ, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി, എനിത്തിങ്, നത്തിങ്, അതുപോലെ സംതിങ്, എവരിത്തിങ്. ഈ വാക്കുകൾക്ക് ശേഷം നമ്മൾ സിംഗുലർ വെർബ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇപ്പോ ആരോ പുറത്ത് കാത്തു നിൽക്കുന്നു, നമ്മൾ എങ്ങനെ പറയും? someone is waiting outside or somebody is waiting outside. ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. കോൺകോഡില് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ റൂളാണ്, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ വാക്കുകൾക്ക് ശേഷം എപ്പോഴും സിംഗുലർ സബ്ജക്റ്റേ ഉപയോഗിക്കാവൂ, സിംഗുലർ വെർബേ ഉപയോഗിക്കാവൂ. ഓക്കെ, അത് മനസ്സിലായില്ലേ? നെക്സ്റ്റ്, നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ജെറണ്ട് അഥവാ ഇൻഫിനിറ്റീവ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വെർബിന്റെ ING ഫോം. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വെർബിനോടൊപ്പം ടു ചേർത്ത ഫോം. ഒരു വാക്യം ജെറണ്ടിലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റീവിലോ ആരംഭിച്ചാൽ അതിനുശേഷം വരുന്ന ക്രിയ സിംഗുലർ ആയിരിക്കണം. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ലാഫിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ലാഫിംഗ്, കണ്ട, ലാഫിംഗ് എന്ന് പറഞ്ഞാൽ ING ഫോം ആണ്. അതിനുശേഷം നമ്മൾ സിംഗുലർ വെർബ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഈസ് എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ലാഫിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അത് നമുക്ക് വേറെ രീതിയിൽ പറയാം. ടു ലാഫ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്നും നമുക്ക് പറയാം. റണ്ണിങ് ഇസ് എ ഗുഡ് ഫോം ഓഫ് എക്സർസൈസ്. റണ്ണിങ് ഇസ് എ ഗുഡ് ഫോം ഓഫ് എക്സർസൈസ്. റണ്ണിങ് കഴിഞ്ഞാൽ നമ്മൾ ഈസ് എന്ന ആ വെർബാണ് നമ്മൾ ഉപയോഗിച്ചത്. ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ്സ് ഈസ് ഡേഞ്ചറസ്. ടു പ്ലേ ഉണ്ടോ, അല്ലെങ്കിൽ പ്ലേയിങ് വിത്ത് എക്സ്പ്ലോസീവ് ഈസ് ഡേഞ്ചറസ്. അപ്പൊ ഒരു വാക്യം ജെറണ്ടിലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റീവിലോ ആണ് ആരംഭിക്കുന്നതെങ്കിൽ അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. നോക്കാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൺ ഓഫ്. വൺ ഓഫ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗം തന്നെ ഇംഗ്ലീഷിലുണ്ട്. വൺ ഓഫ് എന്ന ആ പ്രയോഗത്തിന് ശേഷം ഉപയോഗിക്കുന്ന നൗൺ ഫോം പ്ലൂറൽ ആയിരിക്കണം. അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. ഇപ്പൊ വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹിയർ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് കം ടുഡേ. ഉണ്ടോ? അപ്പൊ വൺ ഓഫ് എന്ന ആ പ്രയോഗത്തിന് ശേഷം ഉപയോഗിക്കുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കണം, വെർബ് സിംഗുലർ ആയിരിക്കണം. വൺ ഓഫ് മാത്രമല്ല, അങ്ങനെ ധാരാളം പ്രയോഗങ്ങളുണ്ട്. വൺ ആൻഡ് എ ഹാഫ്. വൺ ആൻഡ് എ ഹാഫ് ഇയേഴ്സ് is not a small gap. ഇപ്പൊ വൺ ആൻഡ് എ ഹാഫ് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ പ്ലൂരൽ ആയിട്ടുള്ള നൗണും വെർബ് സിംഗുലർ ആയിരിക്കണം.
അടുത്തത് എയ്തർ ഓഫ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട എയ്തർ ഓഫിന് ശേഷം പ്ലൂരൽ നൗണും സിംഗുലർ വെർബും ആണ് ഉപയോഗിക്കേണ്ടത്. എയ്തർ ഓഫ് ദം എന്താ എയ്തർ ഓഫ് ടു അല്ലെങ്കിൽ എയ്തർ ഓഫ് ദം ഇസ് വിസിറ്റഡ് ഇസ് ഇൻവൈറ്റഡ് ടു ദ ഷോ. അതുപോലെ നെയ്തർ ഓഫ് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ പ്ലൂറൽ നൗൺ ആയിരിക്കണം, വെർബ് സിംഗുലർ ആയിരിക്കണം. അതുപോലെ ദ നമ്പർ ഓഫ് എന്ന പ്രയോഗത്തിന് ശേഷവും നമ്മൾ പ്ലൂറൽ നൗൺ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്, വെർബ് സിംഗുലർ ആയിരിക്കണം. ഇത് കോൺകോഡിലെ ഒരു ഭാഗമാണ്. നോക്കാം. വൺ ഓഫ്, വൺ ആൻഡ് എ ഹാഫ്, എനി വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ദ നമ്പർ ഓഫ്. ഇവയ്ക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന നൗൺസ് പ്ലൂറൽ ആയിരിക്കണം, വെർബ് സിംഗുലർ ആയിരിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങളോട്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഇൻ മുംബൈ നൗ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഇൻ മുംബൈ നൗ. അവിടെ നമ്മള് നാല് ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. ലിവിങ്, ലിവ്സ്, ലിവ്ഡ്, ലിവ്. നിങ്ങൾ ഏത് ഉപയോഗിക്കും? ലിവ്സ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ലിവ്സ് ഇൻ മുംബൈ നൗ. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നീദർ ഓഫ് ദം ഡാഷ് ദ ആൻസർ. നീദർ ഓഫ് ദം ഡാഷ് ദ ആൻസർ. Neither of them was knowing. Neither of them know. Neither of them is knowing. Neither of them knows. എന്ത് ഉപയോഗിക്കും? സജിത്രാജ് neither of them knows the answer ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കണം. The number of girls dash very low. The number of girls are very low, is very low, were very low, have very low. എന്ത് ഉപയോഗിക്കും? അവിടെ ഈസ് എന്നാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കാം. അടുത്തത് ഡിസ്റ്റൻസ്, അതുപോലെ ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെന്റ്, അതുപോലെ പീരീഡ് ഓഫ് ടൈം എന്നിവയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് സിംഗുലർ വെർബ് ആയിരിക്കണം. ഇപ്പൊ ഡിസ്റ്റൻസ് നമ്മൾ പറയണം 5 കിലോമീറ്റേഴ്സ്. അതിനുശേഷം ഈസ്നെ ഉപയോഗിക്കാം. 5 kilometers is not a long distance. 6 feet is his height. 10 kilos of chicken is not enough for 60 persons. അപ്പൊ ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, അതുപോലെ മെഷർമെന്റ്, പീരീഡ് ഓഫ് ടൈം ഇവയ്ക്ക് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? സിംഗുലർ വെർബേ ഉപയോഗിക്കാവൂ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. 20 rupees ഡാഷ് നോട്ട് എ ലാർജ് സം. നിങ്ങൾ എന്ത് പറയും? 20 rupees is not a large sum. 2 kilos of potatoes dash nothing to carry. അവിടെ നിങ്ങൾ 2 kilos of potatoes have എന്ന് ഉപയോഗിക്കോ, ആർ എന്ന് ഉപയോഗിക്കോ, were or is ഏത് ഉപയോഗിക്കും? അതെ, 2 kilos of potato is nothing to carry. ഓക്കെ,
നെക്സ്റ്റ് കോൺകോഡില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആസ് വെൽ ആസ്. ആസ് വെൽ ആസ്. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ളതിന്റെ മറ്റൊരു ഫോമാണത്. ആസ് വെൽ ആസ്. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങള്, ഈ ആസ് വെൽ ആസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാക്യങ്ങൾ കാണുമ്പോൾ അവിടെയും ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതെ ആരോ പറഞ്ഞത് ശരിയാണ്, നോക്കാം, ഈ ആസ് വെൽ ആസിന് തൊട്ട് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കണം. ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഞാനൊരു വാക്യം നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പൊ. The students as well as the teacher. ശ്രദ്ധിക്കുക, the students as well as the teacher have entered the classroom. Okay, the teacher, the students as well as the teacher. As well as ന് തൊട്ട് മുമ്പ് നമ്മൾ ഉപയോഗിച്ച സബ്ജക്റ്റ് ഏതാണ്? സ്റ്റുഡൻസ്. അത് പ്ലൂറൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാവ് എന്ന ആ പ്ലൂറൽ വെർബ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? The students as well as the teacher have entered the classroom. ഇനി ചോദിക്കട്ടെ, the teacher as well as the students എന്നാണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കും as. അതായത് the teacher as well as the students എന്നാണെങ്കിൽ നിങ്ങൾ has എന്ന് ഉപയോഗിക്കുക. അല്ല എങ്കിൽ നിങ്ങൾ ആസ് വെൽ ആസിന് തൊട്ടു മുമ്പുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. ആസ് വെൽ ആസിന് ശേഷം വരുന്ന സബ്ജക്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആസ് വെൽ ആസ് എന്ന് ഇവിടെ നമ്മൾ കാണണം. അതിന് മുമ്പുള്ള ആ സബ്ജക്റ്റ് ഏതാണ്, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് രണ്ട് വാക്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ആസ് വെൽ ആസ് ഉപയോഗിച്ച് ആ വാക്യം ഒന്ന് കൂട്ടിച്ചേർക്കണം. The fox jumped up for grapes. The fox jumped up for grapes. His wife also jumped up for grapes. ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ആസ് വെൽ ആസ് ഉപയോഗിച്ചൊന്ന് കൂട്ടിച്ചേർക്കാമോ? ഞാൻ പറഞ്ഞ വാക്യങ്ങളില് ആദ്യത്തെ വാക്യത്തിലെ സബ്ജക്റ്റ് ദ ഫോക്സ്, രണ്ടാമത്തെ വാക്യത്തിലെ സബ്ജക്റ്റ് ഹിസ് വൈഫ്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്ട്സ് ഇവിടെ ഡിഫറൻ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വ്യത്യസ്തമായിട്ടുള്ള ആ രണ്ട് വാക്കുകളെയാണ് നമ്മൾ ആസ് വെൽ ആസ് കൊണ്ട് കൂട്ടിച്ചേർക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ചേർക്കും? ദ ഫോക്സ് ആസ് വെൽ ആസ് ഹിസ് വൈഫ് ജംപ്ഡ് അപ്പ് ഫോർ ഗ്രേപ്സ്. രണ്ട് വാക്യങ്ങൾ തന്നിട്ട് അതിൽ വ്യത്യസ്തമായിട്ടുള്ളത് ഏതാണെന്ന് നോക്കണം. ചിലപ്പോൾ സബ്ജക്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് വ്യത്യസ്തമാണെങ്കിൽ സബ്ജക്റ്റിനെ തമ്മിൽ ആസ് വെൽ ആസ് കൂട്ടിച്ചേർക്കാം. ഓബ്ജക്റ്റ് ആണ് വ്യത്യസ്തമായതെങ്കിൽ ഓബ്ജക്റ്റുകളെ തമ്മിൽ ആസ് വെൽ ആസ് കൊണ്ട് കൂട്ടിച്ചേർക്കണം. ഉണ്ടോ? അപ്പോ ഷിതിൻ രാജ് drank tea. He also drank coffee. ഷിതിൻ രാജ് drank tea. ഷിതിൻ രാജ് ചായ കുടിച്ചു. He also drank coffee. അവൻ കോഫിയും കുടിച്ചു. ഈ വാക്യം നമ്മൾ എങ്ങനെ ആസ് വെൽ ആസ് ഉപയോഗിച്ച് ചേർക്കും? ഷിതിൻ രാജ് drank tea as well as coffee.
അപ്പൊ അതിന്റെ ആ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആസ് വെൽ ആസ്, അതുപോലെ എലോങ് വിത്ത്, പിന്നെ വിത്ത്, അക്കമ്പനീഡ് വിത്ത്, ഇൻക്ലൂഡിങ് ഉണ്ടോ? ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വാക്യം എഴുതുമ്പോൾ ആദ്യം ഉള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ദേവിക എലോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. ദേവിക എലോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ് is preparing for VEO exam. Devika, along with her friends, is preparing for VEO exam. അവിടെ ഈസ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. എലോങ് വിത്തിന് മുൻപുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. അതുപോലെ രേണുക വിത്ത് ഹെർ ബ്രദേഴ്സ്. വിത്തിന് മുമ്പുള്ള സബ്ജക്റ്റ് ഏതാണ്? രേണുക. അത് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. രേണുക വിത്ത് ഹെർ ബ്രദേഴ്സ് ഈസ് കമ്മിങ് ടുഡേ. അതുപോലെ അക്കമ്പനീഡ് വിത്ത്, അതിനുശേഷം ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻക്ലൂഡിങ്. ഇപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുൻപിൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡ് ഏതാണോ അതനുസരിച്ചിട്ടായിരിക്കണം വെർബ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അത് ഒരു VEO എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ദ ഗേൾസ് ആസ് വെൽ ആസ് ദർ ടീച്ചർ. ദ ഗേൾസ് ആസ് വെൽ ആസ് ദർ ടീച്ചർ ഡാഷ് ലെഫ്റ്റ്. അവിടെ ഡാഷ് എന്നുള്ളത് ഹാസ് ലെഫ്റ്റ് എന്ന് എഴുതുമോ, ഹാവ് ലെഫ്റ്റ്, വാസ് ലെഫ്റ്റ്, ഈസ് ലെഫ്റ്റ് എന്തെഴുതും? The girls as well as their teachers have left. കാരണം as well as മുമ്പുള്ള സബ്ജക്റ്റ് ഗേൾസ് എന്നാണ്, പ്ലൂറലാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ വെർബ് ആയിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്. അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനിവിടെ അൺമ്യൂട്ട് ചെയ്യാം. വിളിച്ചോ? ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളെ ചോദിക്കാം. ഹലോ സർ. ചോദിച്ചോളൂ. അത് ആസ് വെൽ ആസ് ഇപ്പൊ നമ്മൾ നെയിംസ് എല്ലാം വരുമ്പോ നെയിംസ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ആസ് വെൽ ആസ് ഉപയോഗിക്കല്. അതായത് ഒരു സെന്റൻസില് നെയിംസ് എന്ന് പറഞ്ഞപ്പോ സബ്ജക്റ്റ് സാധാരണ നെയിംസ് ആയിരിക്കും, ഓബ്ജക്റ്റും മിക്കവാറും ഒക്കെ നെയിംസ് ആയിരിക്കും. നിങ്ങൾ രണ്ട് വാക്യത്തില് ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്താണോ സബ്ജക്റ്റ് ആണ് ഡിഫറെന്റ് ആണെങ്കിൽ ആ ഡിഫറെന്റ് ആയിട്ടുള്ള ആ സബ്ജക്റ്റിനെ തമ്മിൽ നിങ്ങൾ ആസ് വെൽ ആസ് കൊണ്ട് കൂട്ടിച്ചേർക്കും. അതാണ് നിയമം. സ്റ്റാർട്ടിങ്ങിൽ സിംഗുലറും പ്ലൂറലും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞില്ലേനോ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങില്? എന്തോ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ സിംഗുലറും പ്ലൂറലും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞില്ലേനോ? എനിക്ക് മനസ്സിലായില്ല. സിംഗുലർ ആൻഡ് പ്ലൂറലോ? ആ, ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് പറഞ്ഞില്ലേനോ? ഒന്നും കൂടി ഒന്ന് പറയോ? എനിക്കത് മനസ്സിലായില്ല ചോദ്യം എന്താണെന്ന്. അതായത് വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ള മനസ്സിലാക്കാനുള്ള മാർഗം അതല്ലേ ചോദിച്ചത്? അതന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞത്. നല്ലൊരു ചോദ്യമാണത്. അതായത് നമ്മൾ സാധാരണ ഒരു വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റീഡ്, വായിക്കുക എന്നാണ് അതിന്റെ മീനിങ്. അത് വെർബിന്റെ നിങ്ങൾ ഒച്ചെടുക്കാണ്ടിരിക്കുക, വെർബിന്റെ ആദ്യത്തെ ഫോമാണത്. ആ വെർബിനോടൊപ്പം എസ് ഓർ ഇ എസ് എന്ന് ചേർത്താൽ അത് സിംഗുലർ ആവും. ഇപ്പൊ റീഡിന്റെ സിംഗുലർ ആണ് റീഡ്സ്.
പ്ലേ അതിന്റെ സിംഗുലർ ആണ് പ്ലേസ്. ഗോ അതിന്റെ സിംഗുലർ ആണ് ഗോസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വെർബിനോടൊപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് എന്നുണ്ടെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺകോഡില് ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു നിയമം അതാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. വെർബിനെ സിംഗുലർ ആക്കാൻ വെർബിനോടൊപ്പം എസ് ഓർ ഇ എസ് എന്ന് ആഡ് ചെയ്യണം. സർ കൗണ്ടബിൾ നൗൺ വന്നാല് സിംഗുലർ വെർബാണ് വരുന്നത്. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൗൺസ് ദാറ്റ് വി ക്യാൻ കൗണ്ട്, നമുക്ക് കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന നൗൺസിനെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബുക്ക് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നൗൺ ആണ്. ബുക്സ് എന്ന് പറഞ്ഞാലോ അത് കൗണ്ടബിൾ ആണ്. അവിടെ സിംഗുലറും പ്ലൂറലും ആയിട്ട് മാറുന്നു മാത്രമേ ഉള്ളൂ. ബുക്ക് എന്നാണെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുക, ബുക്സ് എന്നാണെങ്കിൽ നിങ്ങൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുക. താങ്ക് യു സർ. സംശയങ്ങളിൽ ചോദിക്കാം. സാറ് മണി എന്നൊക്കെ പറഞ്ഞില്ലേ പൈസയുടെ, അപ്പൊ അതില് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? എമൗണ്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. പണം, അതുപോലെ ഡിസ്റ്റൻസ്, മെഷർമെന്റ്, ഇതെല്ലാം സിംഗുലർ ആയിട്ട് പരിഗണിക്കാറുള്ളൂ. ഓക്കെ സാർ. അത് കുറച്ചുകൂടി നിങ്ങൾ പഠിക്കേണ്ട. എന്താ ചോദിക്കാം, സംശയം ചോദിക്കാം. സർ ഒന്ന് എനിവൺ സാർ പറഞ്ഞില്ലേ, എനിവൺ നോ എനിബഡി, ഒന്നും കൂടി സാർ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. പറയാം. എനിവൺ, അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമാർഗമാണ് ഈ പറയുന്നത്. എനി എന്ന് ഓർക്കുക, എനിവൺ, അതുപോലെ എനിബഡി. ഉണ്ടോ? നോ വൺ, നോബഡി. ഉണ്ടോ? എവരി വൺ, എവരിബഡി. someone, somebody. anything, nothing. something, everything. ഇവയെല്ലാം ഈ വാക്കുകൾക്ക് ശേഷം സിംഗുലർ വെർബേ ഉപയോഗിക്കാവൂ. എവരിത്തിങ് ഈസ് ഓക്കെ എന്ന് നമ്മൾ പറയാറുണ്ട്. എവരിത്തിങ് ആർ ഓക്കെ. പക്ഷെ എവരിത്തിങ് എന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം എവരിത്തിങ് എന്ന് പറഞ്ഞ എല്ലാം. യഥാർത്ഥത്തിൽ അത് ഒരു പ്ലൂറൽ ഇഫക്റ്റിനാണ് അതിനുള്ളത്. പക്ഷെ ആ വേർഡ് ഇംഗ്ലീഷിൽ സിംഗുലർ ആണ്. സാർ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ സാർ ക്വസ്റ്റ്യൻസ് തന്നതുപോലെ ഇപ്പൊ എല്ലാ ക്ലാസ്സിലും അതുപോലെ തരികയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. ഏതാണ്? സ്റ്റാർട്ടിങ്ങിൽ സാർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നില്ലേ, അതേപോലെ എല്ലാ ക്ലാസ്സിലും ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് തരാണെങ്കിൽ നന്നായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ ക്ലാസ്സിലും ഓരോ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് തരാനുണ്ട്. ഓക്കെ സാർ, അങ്ങനെയാലും മതി. എല്ലാ ക്ലാസ്സിലും എന്തോ നോട്ട് തരുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തരുമ്പോ അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് സാറേ. പറഞ്ഞത് സാർ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഓരോന്ന് തരാണെങ്കിൽ വലിയ അങ്ങനെ സാർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ ഈ ഗ്രാമർ പോർഷൻസിലെ ഓരോ ഭാഗത്തു നിന്നും ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കണം. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, അപ്പൊ അതിന്റെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നത്. നിങ്ങളുടെ സജഷൻ ആണ് സാർ. അതാണ് സാർ നല്ലത്. ഇന്നത്തെ ക്ലാസ് കുറച്ച് നന്നായിട്ട് ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നു. ഇവരുടെ വെബ്സൈറ്റിലൊക്കെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, പക്ഷെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അല്ല, അത് ശരിയായിരിക്കാം. ഇപ്പം സാർ ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. നമുക്ക് അത് ചെയ്യാം. ഇപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഏതെങ്കിലും ഗ്രാമർ പോർഷനിലെ ഒരു 2 ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിക്കാം. അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
സാർ അപ്പൊ പോർഷൻ കൂടി പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരാം. വെരി ഗുഡ്. അപ്പൊ നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാൻ പോണ ആ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊന്ന് ആ ഭാഗമൊക്കെ നമ്മൾ പഠിച്ച് പറഞ്ഞു തീർത്തതാണ്, എങ്കിലും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, മോഡൽ ഓക്സിലിയറി വെർബ്സ് ഇല്ലേ, അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ അടുത്ത ദിവസം നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിക്കാം. ഓക്കെ സാർ. അപ്പൊ ഞങ്ങൾ പോർഷൻ കുറച്ചുകൂടി നോക്കിയിട്ട് നിങ്ങൾ അപ്പൊ ശരിക്കും നിങ്ങൾ മോഡൽ ശ്രദ്ധിക്കുക. നിങ്ങള് മോഡൽ ഓക്സിലിയറീസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതിന് സംശയം ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം, പ്രശ്നമില്ല. അത് നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഞാൻ അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. സർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മോഡൽ ഓക്സിലിയറി വെർബ്സ് അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? അതെ സാർ. സാർ അറിയില്ല. അല്ല, അത് നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളിൽ ചോദിക്കാം, പ്രശ്നമില്ല. അപ്പൊ നെക്സ്റ്റ് അടുത്ത ദിവസം നമ്മൾ തയ്യാറാവുന്നത് മോഡൽ ഓക്സിലിയറീസും ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസും ആയിരിക്കും. അതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അടുത്ത ദിവസം തരുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ആൻസർ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എത്ര ബുദ്ധിമുട്ടുള്ള ഇതാണെങ്കിലും നിങ്ങൾ ചോദിക്കാം. അങ്ങനെയുള്ള നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞു തന്ന ഭാഗങ്ങൾ പലതും പല ആൾക്കാരും മറന്നുപോയിട്ടുണ്ടാവാം. നമ്മളത് മെമ്മറൈസ് ചെയ്യണം. ശരി, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ മോഡലിൽ നമുക്ക് തരണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ സമയം എന്താണ്ട് കഴിഞ്ഞു. ചോദിക്കാം. അപ്പൊ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്.